ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈം 5:30 കേട്ടോ. അപ്പം പുതിയ നിസ്കാരമൊക്കെ കഴിഞ്ഞു നേരെ കിച്ചണിലേക്കാണ്. അങ്ങനെ നമ്മുടെ ആമി മോള് ഇവിടെ കരഞ്ഞു കൂവി വിളിക്കുന്നുണ്ട് നമ്മളെ കാണാനായിട്ട്. ലൈറ്റ് ഇട്ടാൽ പിന്നെ അവിടെ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ചായ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂട്ടുക. നമ്മുടെ ചായ ഇവിടെ റെഡിയായി, ഫുൾ ഉണ്ട് റെഡിയാവുന്ന. നമുക്ക് കത്തലിന്, നമ്മളിവിടെ കത്തലി എന്നാ പറയാൻ, ബ്രേക്ക്ഫാസ്റ്റ് നാസ്ത കത്തലിന് ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഒറോട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കറിക്ക് അയില തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ചോറിന് അരിയും ഇട്ടിട്ടുണ്ട്. തിളച്ചതിൻ്റെ ശേഷം നമുക്ക് കുക്കറിലെടുത്ത് വെക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ചോറ് കുക്കറിനകത്ത് വെച്ച് ഇനി കുറച്ച് തുണികളുണ്ട്, അതും കൂടി വാഷ് ചെയ്തിട്ട് വരാം. എങ്ങോട്ടാ പോന്നേ ഷാമില? ബാ, തുണി വാഷ് ചെയ്തിട്ട് ചെടിക്ക് കുറച്ച് വെള്ളം നനയ്ക്കണം. അപ്പം ടൈം 6:30 മണിയായി. പിന്നെ നമ്മുടെ ആമ്പൽക്കുളത്തിന് കുറച്ചും കൂടി വെള്ളം തെളിച്ചു കൊടുക്കണം. ആമ്പലെല്ലാം ഇതിലെടുത്തിട്ടിട്ടുണ്ട്. ഇനി നാളെ ഇൻഷാ അള്ളാ ആമ്പൽ ചളിയെല്ലാം ഇട്ടിട്ട് നടണം. അപ്പം നമുക്ക് നേരെ തുണി കുതിർത്തി വെക്കാം. തുണി കുതിർത്തി വെച്ചതിന് ശേഷം ചെടിക്ക് വെള്ളം നനയ്ക്കാം. അപ്പം കുറേ ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോ എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കൊച്ചു കൊച്ചു കാഴ്ചകൾ എന്നും കാണുന്നതാണ്, എങ്കിലും ഇതല്ലേ നമുക്ക് എടുക്കാനുള്ളൂ. പിന്നെ എന്താ ഉള്ളത്? അപ്പം ഇങ്ങനത്തെ രാവിലത്തെ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് പോസിറ്റീവ് എനർജിയാണ്. രാവിലെ 5 മണി 5:30 5:20 ആകുമ്പോഴേക്കും സുബഹ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങാൻ പാടില്ല. കിടന്നുറങ്ങിയാൽ അന്നത്തെ ദിവസം പോക്കാണ്. അപ്പം എന്താ ചിന്നു പൊന്നു ചോട്ടു മോട്ടോ എല്ലാം നല്ല തണുപ്പാണ്. അപ്പം എന്തേ അടിയൂടുന്നെന്തേ? അടിയൂടല്ലേ? അപ്പം നമുക്ക് നേരെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാം. അപ്പം നമുക്ക് നേരെ ചെടിക്ക് വെള്ളം അടിക്കാം. എല്ലാത്തിനും അടിക്കുന്നില്ല. പിന്നെ റോസും പിന്നെ കട്ട് ചെയ്ത് റോസ് ബ്ലീഡിങ് ഹാർട്ടെല്ലാം ഉണ്ട്, അതിനെല്ലാം അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പല്ലേ. അപ്പം 2 ദിവസത്തിനൊരിക്കലാണ് ഞാൻ വെള്ളം അടിക്കാറ്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വെള്ളം അടിച്ചിട്ടുള്ളത്. പിന്നെ അഗ്ലോണിമേക്കൊന്നും അങ്ങനെയൊന്നും വേണ്ട, ചെറുതായിട്ട് ജസ്റ്റായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. രാവിലെ ഒന്നിനും ടൈം കിട്ടില്ല ഗൈസ്. അപ്പം എന്താ പറയാ, പിന്നെ ബാക്കിയുള്ളതിനെല്ലാം ഉമ്മ ജസ്റ്റ് അടിച്ചു കൊടുക്കും. അപ്പോൾ നല്ല തണുപ്പല്ല, അപ്പോൾ അങ്ങനെ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും സാരമില്ല. അപ്പം അങ്ങനെ അവിടെ നിന്നൊക്കെ അടിച്ചതാണ് ഇവിടെ എത്തി. ഇനി ഇവിടെയൊക്കെ കുറച്ചങ്ങനെ കുടഞ്ഞു കൊടുക്കാം. നമ്മൾ റോസെല്ലാം കട്ട് ചെയ്തിട്ടതാ നല്ല ചിഗിരെല്ലാം വന്ന് ഫ്ലവറെല്ലാം വിരിയുന്നുണ്ട്. പിന്നെ ബൊഗൻവില്ല എല്ലാം വിരിയാൻ തുടങ്ങി. പിന്നെ താഴെ ഭാഗത്തൊന്നും അങ്ങനെ പോകുന്നില്ല, അടിക്കുന്നില്ല. അത് അവിടെ ആഴ്ചക്ക് ഒരിക്കലേ അടിച്ചു കൊടുക്കുന്നുള്ളത്. അതിൽ ആ ഗ്രോ ബാഗിനകത്ത് ഞാൻ നമ്മുടെ ബഡ് റോസില്ലേ, അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുമ്പോൾ അവിടെ കുത്തി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നല്ല പോലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെടിക്ക് വെള്ളം അടിക്കലും കഴിഞ്ഞു. ഇനി നേരെ എൻ്റെ കുതിർത്ത് വെച്ച ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടിട്ട് പിന്നെ ബാക്കി പരിപാടി. 9 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഇനി നമ്മുടെ കുളത്തിന് കുറച്ച് വെള്ളം
വെച്ച് കൊടുക്കട്ടെ ഇങ്ങനെ ഇന്നും നാളെയും. പിന്നെ ഇൻഷാ അള്ളാ മറ്റന്നാൾ മുതൽ ചളിയൊക്കെ ചേർത്ത് നമ്മൾ ആമ്പൽ നടും. അങ്ങനെ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഉമ്മ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നല്ല ഫ്രഷ് ചീര പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതും കൂടി ഇന്ന് വറവാക്കാം. അങ്ങനെ ടൈം 7:45 എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ, കുളിയൊക്കെ കഴിഞ്ഞ് പോവാൻ റെഡി ആവണം. അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഫ്രഷ് ചീരയാണ് ഇന്ന് വറവുണ്ടാക്കിയിട്ടുള്ളത്. ചീര, പിന്നെ അയിലമീൻ തേങ്ങരച്ചത്. അപ്പം നേരെ ഇനി ഞാൻ റെഡിയാവാൻ പോട്ടെ. അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞ്, കുളി കഴിഞ്ഞ ഉടനെ മോയ്സ്ചറൈസർ മസ്റ്റാണ്. അതിന് ഞാനിവിടെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മീൻ്റെ നമ്മുടെ പീസ് മിൽക്കാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ സൺസ്ക്രീന് കൈപ്പോൻ്റെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. പിന്നെ നല്ലപോലെ കണ്ണും എഴുതും. അങ്ങനെ ഞാൻ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓഫീസിലെത്തി അടിച്ചു വാരി തുടയ്ക്കുകയാണ്. ചിലവർ പറയും നീ അവിടെ പോയിട്ട് അടിച്ചു വാരണോ തുടയ്ക്കണോ? നമ്മളെ വീട് പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൊണ്ട് പോകണ്ടേ. അപ്പം അടിച്ചു വാരലും തുടയ്ക്കലും ഒന്നും ഒരു നാണക്കേട്ടുള്ള പണിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മൾ ഓഫീസിലും വർക്ക് ചെയ്യണം. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.